ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് പ്രചരണം പതുക്കെ പതുക്കെ ചൂടുപിടിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണെങ്കിൽ പോലും പിന്നീട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുഖമായി ജയിച്ചു കയറാമെന്നത് തന്നെയായിരുന്നു UDF പ്രതീക്ഷ. പക്ഷെ ഇപ്പോൾ UDF പ്രതീക്ഷകൾക്ക് നേരിയ തോതിലുള്ള മങ്ങലേറ്റിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാമെന്നായിരുന്നു UDF ധരിച്ചിരുന്നത്. പക്ഷെ UDF ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിങ് കൺവീനർ തന്നെ പാർട്ടി വിട്ടു പോവുകയും അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായിട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തതോടെ തന്നെ കോൺഗ്രസിനകത്തെ ഭിന്നിപ്പ് വളരെ രൂക്ഷമായ അവരുടെ അഭിപ്രായ വ്യത്യാസം അത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് K മുരളീധരനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന്, അതായത് ജില്ലാ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, നേരത്തെയുള്ള DCC പ്രസിഡന്റുമാർ, MP എന്നിവരൊക്കെ ഉൾപ്പെടെ 5 പേർ ഒപ്പിട്ടൊരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വ്യക്തമാക്കുന്നത് പാലക്കാട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസത്തെ മുതലാക്കാനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഒരു റിബൽ കോൺഗ്രസ്സുകാരനെ തന്നെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ 96-ലും 2006-ലും ഒക്കെ ഇടതുപക്ഷം ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാനുള്ള ഒരു ശേഷി ഇന്ന് ഇടതുപക്ഷത്തിന് പാലക്കാടില്ല. മറുഭാഗത്ത് BJP ക്രമേണ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ടെക്നോക്രാറ്റ് E ശ്രീധരനാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയ ശേഷമാണ് ഏതാണ്ട് 3700 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. E ശ്രീധരൻ ടെക്നോക്രാറ്റ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റായ E ശ്രീധരനാണ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിലിനോട് നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPക്ക് ഈ മണ്ഡലത്തിൽ ഒരു ക്ലെയിം വേണമെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിക്കാൻ, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയെ കൂടാതെ കണ്ണാടി പഞ്ചായത്ത്, പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ കൂടാതെ ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. പക്ഷെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നതാണ്. അവിടുത്തെ 52 വാർഡുകളിൽ 28 വാർഡും BJPയുടേതാണ്. ഏതാണ്ട് ഒരു 45% വോട്ട് BJPക്ക് മുനിസിപ്പാലിറ്റിക്കകത്ത് നിന്ന് BJPക്ക് ടോട്ടൽ വോട്ടിന്റെ 45% വോട്ടും 40-45% വോട്ടും BJPക്ക് ഈ മുനിസിപ്പാലിറ്റി നേടാൻ കഴിയും. പക്ഷേ മറുഭാഗത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റ് 3 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് പിരായിരി പഞ്ചായത്ത് കുറച്ചുകൂടി മുസ്ലിം സ്വാധീനമുള്ള പഞ്ചായത്താണ്. അതേപോലെ തന്നെ കണ്ണാടിയാണെങ്കിലും മാത്തൂരാണെങ്കിലും പൊതുവെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനൊക്കെ സ്വാധീനമുള്ള, അതേസമയത്ത് BJPക്ക് താരതമ്യേന സ്വാധീനക്കുറവുള്ള പഞ്ചായത്തുകളാണ് എന്നുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പൊതുവെ എല്ലാവരും ഉള്ളതാണ്. കാരണം BJP ഇതുവരെ പാലക്കാടും ജയിച്ചില്ല. മുനിസിപ്പാലിറ്റി ജയിച്ചെങ്കിലും ഇതുവരെ കേരളത്തിൽ നേമത്ത് മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. BJPയുടെ ഏറ്റവും പ്രമുഖരായ O രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടും BJP സ്ഥാനാർത്ഥിയായിട്ടും ഒക്കെ തന്നെ പാലക്കാട് മത്സരിച്ചിരുന്നു. അവർക്ക് കാര്യമായ വോട്ട് പിടിച്ചെങ്കിലും ഒരു ജയത്തോട് അടുത്തെത്താൻ BJP കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ മാത്രമാണ് അങ്ങനെ ഒരു അവസാന നിമിഷം വരെയുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞത്. പക്ഷെ ഇത്തവണ സ്ഥിതിഗതികൾ കുറച്ചുകൂടി BJPക്ക് അനുകൂലമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ BJPക്ക് എതിരായിട്ട് ഉണ്ടായിരുന്നത് ഒരു ശക്തമായ ഒരു ധ്രുവീകരണം, E ശ്രീധരന് അനുകൂലമായും എതിരായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു. അത് ത്രികക്ഷി അല്ലെങ്കിൽ 3 മുന്നണികൾ തമ്മിലുള്ള ത്രികോണ മത്സരമാണ് നടന്നതെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ E ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് 2 മുന്നണികൾ യോജിച്ചു എന്നുള്ളതാണ്. അതിപ്പോ തന്നെ പല പാർട്ടി നേതാക്കന്മാരും അത് പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ E ശ്രീധരന് ഷാഫി പറമ്പലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഇത്തവണ പക്ഷെ അങ്ങനെയൊരു കേന്ദ്രീകരണം കാര്യമായ രീതിയിൽ കാണില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് അവർക്ക് ക്ഷീണമാണ്. പക്ഷെ അവരുടെ സിറ്റിംഗ് സീറ്റെല്ലാം എന്നൊരു ന്യായീകരണം ഉണ്ടാവും. എന്നാൽ പോലും അവര് കോൺഗ്രസിൽ നിന്ന് തെറ്റി വന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തി കാര്യമായ ഒരു പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അപ്പൊ ഇടതുപക്ഷത്തിൻ്റെതായ പാർട്ടി വോട്ടുകൾ ഒരിക്കൽ തന്നെ കോൺഗ്രസിന് ഇത്തവണ പോവാൻ, അതായത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ
എന്നാൽ പോലും സാമുദായികമായ ചില വോട്ടുകൾ BJP വിരുദ്ധമായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഈ ശ്രീധരന്റെ കാലത്തെ പോലെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലെയുള്ളൊരു BJP വിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഈ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്നുള്ളൊരു വികാരം ഇത്തവണ നമ്മൾ കാണുന്നില്ല. അതിന്റെ ഒരു പ്രധാന ഘടകം കൃഷ്ണകുമാർ എന്നൊരു കാൻഡിഡേറ്റ് ആണ്. കാരണം മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ പോലും നിന്ന് കോർപ്പറേഷനിലേക്ക്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ജയിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വ്യാപകമായിട്ട് ജനങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും നല്ല ബന്ധമുള്ള ഒരു നേതാവാണ്. ജനങ്ങളായിട്ട് നന്നായിട്ട് ഇടപഴകുന്ന നേതാവാണ്. അതേപോലെ തന്നെ മലമ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന്റെ NDA സഖ്യത്തിന്റെ വോട്ട് 2750 മറ്റോ ആയിരുന്ന സമയത്ത് 3000-ൽ താഴെ വോട്ട് മാത്രം ഉണ്ടായിരുന്ന NDA വോട്ട് പിടിച്ചൊരു മണ്ഡലത്തിൽ BJPയുടെ വോട്ട് 47,000 50,000 ആക്കി ഉയർത്താൻ കൃഷ്ണകുമാറിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. പക്ഷേ കൃഷ്ണകുമാറിന്റെ ഒരു ന്യൂനത, 3 പഞ്ചായത്തുകൾ BJPക്ക് കാര്യമായ സ്വാധീനമില്ല. ഏതാണ്ട് 4 വാർഡിൽ മാത്രമാണ് BJP ഈ സ്ഥലത്ത് ജയിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ ഒറ്റ വാർഡുമില്ല, ഒരു പഞ്ചായത്തിൽ ഒരു വാർഡുണ്ട്, മറ്റൊരു പഞ്ചായത്തിൽ 3 വാർഡുണ്ട്. അങ്ങനെ ഈ 3 പഞ്ചായത്തിൽ കൂടി 4 വാർഡ് മാത്രമാണ് BJPക്ക് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് BJPക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ സ്വാധീനം കുറഞ്ഞ പഞ്ചായത്തുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ളത്. പക്ഷേ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറിന് കാര്യമായ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് 2 മുന്നണികൾ വ്യത്യസ്തമായിട്ട് വിഭാഗീയമായ തർക്കങ്ങളോ അല്ലെങ്കിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളൊന്നും തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും UDF ഉറപ്പിച്ച് UDFന് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. കൃഷ്ണകുമാർ വളരെ കാര്യമായ മുന്നേറ്റമാണ് പാലക്കാട് നടത്തുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം അത് വളരെ കുറവാണെങ്കിൽ പോലും 3% ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. അത് പൂർണ്ണമായിട്ടും കൃഷ്ണകുമാറിലേക്കാണ്. നേരത്തെ UDFൽ പോയിരുന്ന ആ വോട്ടുകൾ തന്നെ ഇത്തവണ പുതിയ മുനമ്പത്തെ വഖഫ് ബോർഡിന്റെ വിഷയത്തെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ രീതിയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു വിരുദ്ധാഭിപ്രായം അത് പൂർണ്ണമായിട്ടും UDFന് പോകാൻ സാധ്യതയില്ല. അത് BJPക്ക് നന്നായിട്ട് കിട്ടും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തവണ BJPക്ക് പാലക്കാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മണ്ഡലമാണ് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്.